അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ റൗട്ട്. ഇനി നമുക്ക് എന്ത് വേണം? നമുക്കൊരു ലോഗിൻ റൗട്ടും കൂടി വേണം. സോ നമുക്കിവിടെ വീണ്ടും റൗട്ടർ ഡോട്ട് പോസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. റൗട്ടർ ഡോട്ട് പോസ്റ്റിനുള്ളിൽ ഞാനിവിടെ /login എന്ന് പറഞ്ഞ റൗട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും സെയിം അസിങ്ക് റിക്വസ്റ്റ് റെസ്പോൺസ് ആരോ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വീണ്ടും ഇമെയിലും പാസ്വേഡും തന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നു. സോ ഇമെയിൽ കോമ പാസ്വേഡ് അസൈൻ റിക്വസ്റ്റ് ഡോട്ട് ബോഡി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് എഴുതുന്നു. അതിൽ വീണ്ടും സെയിം ക്യാച്ചിനുള്ളിൽ നമ്മൾ എറർ എഴുതുന്നു. സോ എററിനുള്ളിൽ നമ്മൾ കൺസോൾ ചെയ്യുന്നു. കൺസോൾ ഡോട്ട് ലോഗ് എന്താണ്? എറർ ഡോട്ട് മെസ്സേജ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ റെസ്റ്റ് ഡോട്ട്. ഓക്കെ, ബേസിക്കലി നിങ്ങൾക്ക് റിട്ടേൺ കൊടുത്തില്ലെങ്കിൽ റെസ്റ്റ് ഡോട്ട് സ്റ്റാറ്റസ് കൊടുത്താൽ മതി കേട്ടോ. റെസ്റ്റ് ഡോട്ട് സ്റ്റാറ്റസ് എന്താണ്? 500 കൊടുക്കുന്നു. ഡോട്ട് ജേസൻ്റെ ഉള്ളിൽ ഞാൻ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. എററുണ്ട്, എറർ തന്നെ കൊടുക്കുന്നു. അതിനുശേഷം എറർ ഡോട്ട് മെസ്സേജ്. ഓക്കെ, ഇനി നമുക്ക് ട്രൈ ചെയ്യുന്നുള്ളിൽ എഴുതേണ്ട കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, ഇവിടെ ബേസിക്കലി വീണ്ടും നമ്മൾ ചെയ്ത പോലെ തന്നെ എന്താണ്? ആദ്യം നമുക്ക് യൂസർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടെത്താം. സോ നമ്മുടെ യൂസർ മോഡലിലുണ്ടോ? .find1 അതിനുള്ളിൽ നമ്മൾ ഇമെയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇമെയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റാണ്, നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എറർ കാണിച്ചു കൊടുക്കണം. ഇങ്ങനത്തെ ഒരു യൂസറിനെ നമ്മുടെ ഡാറ്റാബേസിൽ സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും റിട്ടേൺ റെസ്റ്റ് ഡോട്ട് സ്റ്റാറ്റസ്. നമുക്ക് സ്റ്റാറ്റസ് കോഡ് കൊടുക്കാം. ഞാനിപ്പോൾ 400 കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജേസണിൽ എറർ മെസ്സേജ് ആയിട്ട് കൊടുക്കാം. സോ എറർ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് ഓർ ഡാറ്റാബേസിൽ യൂസർ ഫൗണ്ട് ചെയ്തിട്ടില്ല, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ലോജിക്കാണ്. നിങ്ങളുടെ എറർ മെസ്സേജ് എത്രത്തോളം ക്ലാരിറ്റി വരുത്തണമെന്നുള്ളത് നിങ്ങളുടെ കഴിവാണ്. അഥവാ യൂസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് വെരിഫൈ ചെയ്യണം. കോൺസ്റ്റ് എന്ത് കൊടുക്കാം? ഞാൻ വെരിഫൈ എന്ന് കൊടുക്കാം. കോൺസ്റ്റ് വെരിഫൈ അസൈൻ അവൈറ്റിനുള്ളിൽ എന്താണ്? ബിക്രിപ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കമ്പയർ ചെയ്യും. ബിക്രിപ്റ്റിൽ ഡോട്ട് കമ്പയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ബിക്രിപ്റ്റ് ഡോട്ട് കമ്പയർ ബേസിക്കലി ഓക്കെ, യെസ്, കറക്റ്റാണ്. കമ്പയറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ പാസ്വേഡും അടിച്ചെടുത്ത പാസ്വേഡും അതേപോലെ തന്നെ നമ്മുടെ യൂസർ ഡോട്ട് പാസ്വേഡും കൊടുക്കണം. ഓക്കെ, സോ യൂസർ ഡോട്ട് പാസ്വേഡ്. സോ കറക്റ്റാണ്. നമുക്ക് കിട്ടിയ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുത്ത പാസ്വേഡ് ഇത്. അതിന് ശേഷം നമ്മൾ ഡാറ്റാബേസിൽ സേവ് ചെയ്ത പാസ്വേഡ് നമ്മൾ ബിക്രിപ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പയർ ചെയ്യുന്നുണ്ട്. ഇനി കമ്പയർ ചെയ്ത സംഭവം ഫെയിലായി എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? എറർ മെസ്സേജ് കാണിക്കണ്ടേ? അപ്പം നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? കോൺസ്റ്റ് അല്ല, നമുക്ക് ഇഫ് കണ്ടീഷൻ കൊടുക്കാം. ഇഫ് നോട്ട് വെരിഫൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും റിട്ടേൺ റെസ്റ്റ് ഡോട്ട് സ്റ്റാറ്റസ് 400 ഡോട്ട് ജേസൺ. വീണ്ടും ജേസൺ കൊടുക്കുന്നു. അതിനുള്ളിൽ ജേസൺ എറർ മെസ്സേജ് കൊടുക്കുന്നു. എറർ എന്താണ്? ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് തന്നെ കൊടുക്കാം. ഇൻവാലിഡ് ഓർ പാസ്വേഡ് ഈസ് റോങ്. കുറച്ചും കൂടി ബെറ്റർ എന്ന് പറഞ്ഞാൽ അതായിരിക്കും. പാസ്വേഡ് ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, യെസ്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇപ്പോൾ കറക്റ്റ് വെരിഫൈ ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം? നമുക്കൊരു JWT ടോക്കൺ റിട്ടേൺ ചെയ്യണം. അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു പേലോഡ് ക്രിയേറ്റ് ചെയ്യണം. പേലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ JWT ടോക്കണിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ഡാറ്റാസാണോ നമ്മൾ ടോക്കൺ ആക്കാൻ പോകുന്നത് അത് നമ്മൾ മെൻഷൻ ചെയ്യാണ് എന്തെങ്കിലും പേലോഡിൽ. സോ കോൺസ്റ്റ് പേലോഡ് അസൈൻ എന്ത് കൊടുക്കാം? ഞാൻ ഒരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ യൂസറിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മുടെ യൂസർ ID സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഞാൻ ID യൂസർ .id. ഓക്കെ,
ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി JWTയിലാണ് JW.signature സൈൻ എന്ന് കൊടുക്കുക. അതിനുശേഷം അതിനുള്ളിൽ നമ്മൾ നമ്മുടെ പേലോഡ് മെൻഷൻ ചെയ്യും. പേലോഡിന് ശേഷം നമ്മൾ നമ്മുടെ JWT സീക്രട്ട് നമ്മൾ ഇതിൽ സേവ് ചെയ്ത് ഇതിൽ നമ്മൾ നമ്മുടെ envയിൽ സേവ് ചെയ്തത്. സോ process.env.jwt_secret എന്ന് തന്നെ ആയിരുന്നു ഞാൻ തിരുത്തുന്നത്. സീക്രട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ .env ഇവിടെ ഉണ്ട്. JWT_secret തന്നെയാണ്. യെസ് സീക്രട്ട് നമുക്കിവിടെ എക്സ്പയർ ചെയ്യാൻ പറ്റും. എത്ര മണിക്കൂറിന് ശേഷമാണ് നമുക്ക് എക്സ്പയർ ആവേണ്ടത് എന്നുള്ളത്. ഞാനിപ്പോൾ കുറച്ച് മിനിറ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറെന്ന് കൊടുക്കാം. സോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിറ്റ് ആക്കി കൊടുക്കാം, സെക്കൻഡ്സ് ആക്കിയിട്ട് കൊടുക്കാം, പല രീതിയിൽ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 60 minutes കൊടുക്കുകയാണ്. 16 to 60. ഇനി നെക്സ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? എറർ ടോക്കൺ എന്നുള്ള പാരാമീറ്റർ കൊടുക്കുക. എറർ മെസ്സേജ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടോക്കൺ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആരോ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എറർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ ത്രോ ചെയ്യാം. സോ ഇഫ് എറർ ത്രോ എറർ, അത്രയേ ഉള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടോക്കൺ റിട്ടേൺ ചെയ്യാം. സോ rest.jsന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് കിട്ടിയ ടോക്കൺ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഇത് റീവൈൻഡ് ചെയ്തിട്ട് കാണും. ഇനി നമുക്കിവിടെ module.exports assign റൗട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ലോഗിൻ ക്രിയേറ്റ് ചെയ്തു, രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. യെസ്, എവറിത്തിങ് ഇസ് ഡൺ. ഇനി നമുക്ക് ഈ JWT ടോക്കൺ വെച്ചിട്ട് നമുക്കൊരു റൗട്ട് ഓപ്പൺ ചെയ്യേണ്ട. അതിന് ഞാൻ protected.js എന്ന് കൊടുക്കാം. protected.js. ഈ protected.jsൽ നമ്മൾ ബേസിക്കലി const express assign എന്താ കൊടുക്കുന്ന require express. അതിനുശേഷം നമ്മൾ നമ്മുടെ മിഡിൽ വെയറും കൂടി ഇവിടെ ഓപ്പൺ. കാരണം ഈ മിഡിൽ വെയറിലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ JWT ടോക്കൺ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഏതൊക്കെ റൗട്ടിൽ കൊടുക്കണം ആ റൗട്ടിലൊക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. സോ കോൺസ്റ്റ് ഞാനിപ്പോൾ auth assign require എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മൾ നമ്മുടെ മിഡിൽ വെയറിൻ്റെ ഇത് കൊടുക്കുക //middleware/auth. ഇനി നമ്മൾ റൗട്ടർ വിളിക്കുന്നത് കോൺസ്റ്റ് റൗട്ടർ assign express.router. ഇനി നമുക്ക് router.getനുള്ളിൽ എന്ത് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് നമ്മൾ മിഡിൽ വെയർ പാസ് ചെയ്യാം. മിഡിൽ വെയർ പാസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? നമ്മൾ request.responseനുള്ളിൽ നമ്മുടെ ഇഷ്ടമുള്ള റെസ്പോൺസ് കൊടുക്കുക. ഞാനിപ്പോൾ response.jsന്റെ ഉള്ളിൽ I'm sending a message saying that this is a protected route. അതിനുശേഷം ഇത് ഏത് യൂസറിൽ നിന്നാണ് വന്നതെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ request.user കൊടുക്കുക. സോ ബേസിക്കലി നമുക്കതും കൂടിയും കിട്ടും. സോ യൂസറിനോട് ഞാൻ request.user, കാരണം നമ്മൾ ഓൾറെഡി യൂസർ ID കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ യൂസർ ID ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? module.exports assign റൗട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതെല്ലാം app.jsൽ വിളിക്കണം. സോ ഞാൻ ഇവിടെ const auth route assign require ./route/auth എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് റൗട്ടിന് ഞാൻ പ്രൊട്ടക്റ്റഡ് റൗട്ട് ഞാനതിൽ റിക്വയർ ./റൗട്ട്സിനുള്ളിൽ
പ്രൊട്ടക്റ്റഡ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിവിടെ app.use കൊടുക്കണം. സോ app.use ഇതിനുള്ളിൽ ഞാനിപ്പോൾ ഞാൻ വെറും /auth എന്ന് കൊടുക്കുന്നു, ഏതിൽ auth റൗട്ടിന് ഞാൻ അതേപോലെ തന്നെ app.use പ്രൊട്ടക്റ്റിന് ഞാൻ /protected എന്ന് തന്നെ കൊടുക്കുന്നു. അതിന് ഞാൻ പ്രൊട്ടക്റ്റഡ് റൗട്ട് എന്നും കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രൊജക്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പോസ്റ്റ്മാനിലേക്ക് പോകാം. ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്, auth/register പോയതിന് ശേഷം രജിസ്റ്റർ ചെയ്യണം. സോ അതൊരു പോസ്റ്റ് റിക്വസ്റ്റ് ആയിരുന്നു. നമ്മളതിൽ ഇമെയിലും പാസ്വേഡും കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ gmail.com എന്നൊരു ഇതും കൊടുക്കുന്നു. പാസ്വേഡ് 123 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദർ ഈസ് സം സോർട്ട് ഓഫ് എറർ. ഓക്കെ, എറർ അല്ല, നമ്മുടെ സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ npm രണ്ടാകുമെന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡാറ്റാബേസ് കണക്റ്റഡ് ആണ്, സെർവർ ലിസണിങ്ങും ആണ്. ഇനി നമുക്ക് സെൻഡ് ചെയ്ത് നോക്കാം. വൈ ഓക്കെ, cannot destructure property name of request body as it is defined. ഓക്കെ, നമ്മൾ ഇവിടെ നെയിം കൂടിയും കൊടുക്കണം. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കോഡിൽ തന്നെ ഒരു ചെക്കും കൂടി വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ ആയിരുന്നു auth.js ആയിരുന്നില്ലേ, ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇഫ് നെയിം ഇമെയിൽ പാസ്വേഡ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ദ ഫീൽഡ്സ് ആർ നോട്ട് ഗിവൺ എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാനൊക്കെ പറ്റും. സോ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അതും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ജസ്റ്റ് നെയിം കൂടിയും കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. സോ നെയിം അഖിൽ ഞാൻ കൊടുത്തു, ഞാൻ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, അഗെയിൻ ദർ ഇസ് അനദർ. ഓക്കെ, ഗോട്ട് ദ ഇഷ്യൂ ഐ ഗസ്. നമ്മളിവിടെ എന്ത് ചെയ്യണം, നമ്മൾ വേറൊരു മിഡിൽ വെയർ ഇവിടെ പാസ് ചെയ്യാനായിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് app.use, ദാറ്റ് ഈസ് എക്സ്പ്രസ്. നമ്മൾ JSON ഫയൽസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് express.json എന്ന് കൊടുക്കണം. ഓക്കെ, സോ ബേസിക്കലി നമ്മളിത് ചെയ്യാത്തതിൻ്റെ പ്രോബ്ലമാണ്. നോ ഇറ്റ് ഷുഡ് വർക്ക്. യെസ്, യൂസർ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ആണ്. വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, കറക്റ്റാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ലോഗിനിലേക്ക് പോയി വെക്കാം. സോ ലോഗിൻ, ഇമെയിൽ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. വി ആർ സെൻഡിങ് ദ റിക്വസ്റ്റ്. ഓക്കെ, ഇതിലെന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് ഇത് ക്യാൻസൽ ചെയ്യാണ്. കുറേ ടൈം എടുക്കുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട്സ് ദ ഇഷ്യൂ. നമ്മൾ request.body ഇമെയിലും പാസ്വേഡും എടുക്കുന്നുണ്ട്. user.find1 ഇമെയിൽ എടുക്കുന്നു. ഇഫ് നോട്ട് യൂസർ ഇമെയിൽ നീഡ് ക്രെഡൻഷ്യൽ വെരിഫൈ await pgroup.compare. Okay, now let's try. ഓക്കെ, നമ്മൾ ഈ JWT സൈനിൻ്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങൾ കൊടുക്കേണ്ടത്. ഞാൻ ഓൾറെഡി എക്സ്പയർസിന് ശേഷം അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ചെക്ക് അഗൈൻ. ഓക്കെ, നമുക്ക് ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഇത് സക്സസ്ഫുൾ ആണ്. സോ നമ്മൾ ടോക്കൺ കോപ്പി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഓതറൈസേഷനിൽ പോയിട്ട് ഇവിടെ ബെയറർ ടോക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബെയറർ ടോക്കൺ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ബെയറർ ടോക്കൺ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മുടെ പ്രൊട്ടക്റ്റഡ് റൗട്ടിലേക്ക് പോവുക. /protected എന്നുള്ള റൗട്ടിലേക്ക് പോയിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ബേസിക്കലി ഇറ്റ്സ് എ ഗെറ്റ് റിക്വസ്റ്റ്. ഓക്കെ, ദിസ് ഈസ് പ്രൊട്ടക്റ്റഡ് റൗട്ട്. നമുക്ക് നമ്മുടെ യൂസർ ഐ ഡിയും കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ടോക്കൺ ഇല്ലാതെ കൊടുത്തു നോക്കി വെക്കാം. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ചെക്ക്. നോ ടോക്കൺ ഫൗണ്ട്. അത് കറക്റ്റാണ്. നമ്മൾ വേറെ ടോക്കൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരും. ആൻഡ് സപ്പോസ് ഈ ടോക്കണിൻ്റെ ഒരെണ്ണം തെറ്റിയാൽ മതി. ഇപ്പം ഞാൻ ഈ മാറ്റിയിട്ട് ഇവിടെ എ ആക്കിയതിന് ശേഷം ഞാനിവിടെ സെൻഡ് അടിച്ച് കഴിഞ്ഞാൽ ടോക്കൺ ഇസ് ഇൻവാലിഡ്. സോ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ Node.jsൽ JWT authentication ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്.
ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഇത് റിവൈൻഡ് ചെയ്തിട്ട് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.